ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലുള്ളവർക്ക് അല്ലെങ്കിൽ മുടി വളരെ തിന്നായി പോകുന്നവർക്ക്, സ്കാൽപ്പിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉള്ളവർക്കൊക്കെ വളരെ ഉപയോഗപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. ഒരു ഹെയർ പാക്കിൻ്റെതാണ്, വൈദ്യരത്നത്തിൻ്റെ ഉൽപ്പല ചൂർണത്തെക്കുറിച്ചുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ആർക്കൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. മുടി കൊഴിച്ചിൽ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ശാരീരികമായ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മൂലം, അതല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ മൂലം, പിന്നെ തലയിലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ മൂലം, ഇങ്ങനെയൊക്കെയാണ് സാധാരണ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കേണ്ടതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള മുടി കൊഴിച്ചിലിനാണെങ്കിൽ ഈ ഒരു പാക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ ഒരു നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അതുപോലെ ഇൻഫ്ലമേഷൻസിനും ഒക്കെ ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്. നമുക്ക് ചിലപ്പോൾ ചൊറിഞ്ഞ് കുരുക്കൾ വരിക, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ വളരെ ഭയങ്കര ചൂടായിട്ടൊക്കെ ചിലർക്ക് മുടി കൊഴിയാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഹെയർ പാക്ക് വളരെ നല്ലതാണ്. വളരെ കൂളിംഗ് ആണ്, നല്ലൊരു തണുപ്പുള്ള പാക്കാണ്. അതുകൊണ്ട് തന്നെ തല എപ്പോഴും ചൂടാവുന്നവർക്കും വേർക്കുന്നവർക്കും ഒക്കെ ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്. പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ ചിലർക്കുണ്ടാവുന്ന പ്രശ്നമാണ് മുടി തിന്നിങ്. അതായത് ചിലപ്പോൾ മുടിയുടെ കട്ടി കുറഞ്ഞിട്ട് മുടി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഹെയർ പാക്ക് വളരെ നല്ലതാണ്. ഈ മുടിയുടെ പൊട്ടുന്നതും ബ്രേക്കേജൊക്കെ തടയാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ ഒരു ഉൽപ്പല ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത്, മെയിനായിട്ട് നീലോൽപ്പല അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ജടാമാഞ്ചി അടങ്ങിയിട്ടുണ്ട്, കൊട്ടം ഉണ്ട്. പിന്നെ നമ്മുടെ കറുത്ത എള്ളൊക്കെ നമുക്കറിയാം മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ കറുത്ത എള്ള് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നറുനീണ്ടി അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഈ നീലോൽപ്പലം, സാരിബ, ജഡാമാഞ്ചി എന്നൊക്കെ പറയുന്നത് വളരെ തണുപ്പുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കൂളിംഗ് എഫക്റ്റാണ് നമ്മുടെ ഹെയർ. നമുക്ക് രാത്രിയൊക്കെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കാം. എപ്പോഴും നമ്മൾ ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അത് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതല്ല, നോർമൽ ഓയിലി ഹെയർ ആണെങ്കിലും നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അവർക്കത് മസ്റ്റല്ല. ഓയിലി ഹെയർ ആകുമ്പോൾ അത്ര ഡ്രൈ ആവാനുള്ള സാധ്യതയില്ല. അതല്ല, ഡ്രൈ ഹെയർ ആണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഒരു ഹെയർ ഓയിൽ മസാജ് ചെയ്യേണ്ടതാണ്. കയ്യെണ്ണാദി തൈലം, അല്ലെങ്കിൽ നമ്മുടെ നീലഭൃംഗ്യാദി, ചെമ്പരത്യാദി, ത്രിബലാദി പോലുള്ള എണ്ണകൾ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക. ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ അബ്സോർപ്ഷൻ നടക്കാനും അത് കുറച്ചുകൂടെ നല്ല എഫക്റ്റ് കിട്ടാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഓയിലിൽ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ. അല്ലാത്തവർക്ക് ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം. എന്നാലും നിങ്ങൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കൂടാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഉൽപ്പല ചൂർണം നിങ്ങൾക്ക് ഒരു പാലുമായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ തേൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാല് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആട്ടിൻ പാല് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് ആട്ടിൻ പാലിൽ ഇടുന്നതാണ്. അല്ലെങ്കിൽ പശുവിൻ പാലിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാലിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുടിയുടെ എൻഡ് വരെ അപ്ലൈ ചെയ്യാം. ഹെയർ പാക്ക് നമ്മൾ ശിരോലേപം ചെയ്യുന്നത് അങ്ങനെയാണ്, മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ നന്നായി മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അത് ആഴ്ചയിൽ 1 പ്രാവശ്യമാക്കിയാൽ മതി. ഹെയർ പാക്ക് വീക്കിലി 1 പ്രാവശ്യം ചെയ്യുന്നതാണ് കോമൺ ആയിട്ട്. അങ്ങനെ 1 പ്രാവശ്യം ചെയ്താൽ മതി. നല്ല രീതിയിലുള്ള ഹെയർ ലോസ് ഒക്കെ ഉള്ളവർ
2 പ്രാവശ്യം ആദ്യം ചെയ്തിട്ട് പിന്നെ ഒരു പ്രാവശ്യമാക്കിയിട്ട് മാറ്റാം. ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിലർക്ക് വട്ടത്തിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്, അലോപേഷ്യ പോലുള്ള കണ്ടീഷൻ. അതല്ല എങ്കിൽ പ്രത്യേകിച്ച് ആണുങ്ങളിലൊക്കെ കാണുന്നത് ചില ഏരിയയിൽ മാത്രം അവർക്ക് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. അവിടെ കുറച്ച് മുടി കഷണ്ടി പോലെ വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് മുടി മാത്രമായിട്ട് ചില ഏരിയ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇത് ത്രിഫല കഷായത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് ആണ് നല്ലത്. ത്രിഫല കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ത്രിഫല എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് പകുതിയാക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. അതായത് ചെറിയ തീയിലിട്ടിട്ട് കഷായമാക്കി മാറ്റുക. എന്നിട്ട് ഇതിലോട്ട് വേണം നിങ്ങൾ ഈ ഒരു ഉൽപ്പല ചൂർണം ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓയിലി ഹെയർ ഉള്ളവർക്കും ഇതുപോലെ ത്രിഫല കഷായത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഹെയർ അത്ര ഡ്രൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ത്രിഫല കഷായം ചേർത്തിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. താരൻ കുറക്കാനും ഒക്കെ സഹായിക്കും ഇതുപോലെ ത്രിഫല കഷായത്തിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്